രാജ്യത്ത് 5 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് പകുതിയിലേറെ, ഏതാണ്ട് 3/4 ഭാഗത്തോളം സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് കേവലം 2 ഘട്ടങ്ങൾ മാത്രമാണ്. ഈ 2 ഘട്ടത്തിലായി അവശേഷിക്കുന്നത് 115 സീറ്റുകൾ മാത്രമാണ്. 6ാം ഘട്ടത്തിൽ 58 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും 7ാം ഘട്ടത്തിൽ, അത് അവസാന ഘട്ടത്തിൽ ജൂൺ 1 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 57 ഘട്ടങ്ങളിലുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 6ാം ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാർ, ഹരിയാന, ഒഡീഷ, ദില്ലി, UP, ബംഗാൾ, ജമ്മു കാശ്മീർ ആൻഡ് ജാർഖണ്ഡ് ഇത്രയും സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7ാം ഘട്ടം, അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UP, ബീഹാർ, ബംഗാൾ എന്നിവിടങ്ങളിൽ മാത്രമാണ്. അതായത് 115 സീറ്റുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ഈ ഘട്ടത്തിൽ BJPയുടെ ഒരു വിലയിരുത്തൽ അമിത്ഷാ പറയുന്നത് ഇങ്ങനെയാണ്: ഇതുവരെ നടന്ന 5 ഘട്ടത്തിലായി തങ്ങൾക്ക് 310 സീറ്റുകൾ ലഭിക്കും എന്നാണ് പറയുന്നത്. ഇനി നടക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ കൂടി വരുമ്പോൾ സ്വാഭാവികമായും NDA സഖ്യം 400 സീറ്റിൽ എത്തും എന്ന് തന്നെ പറയുന്നു. ഇവിടെ ഈ കണക്ക് ആണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും പരിശോധിക്കുന്നത്. കാരണം ഈ 310 സീറ്റുകൾ 5 ഘട്ടത്തിൽ എത്തുകയും ഇനിയുള്ള 115ൽ അവർ നേടേണ്ടത് 90 സീറ്റുകളാണ്. അങ്ങനെ 90 സീറ്റുകൾ നേടിയാൽ മാത്രമേ ഈ അമിത്ഷാ പറയുന്നത് പോലെ 400 സീറ്റ് എന്ന സംഖ്യയിലേക്ക് എത്താൻ കഴിയും. ഏതായാലും ഇത് അദ്ദേഹത്തിന് BJPയുടെ ഒരു പ്രാഥമിക വിലയിരുത്തലാണ്. കാരണം BJPയെ സംബന്ധിച്ച് ആദ്യത്തെ 3 ഘട്ടങ്ങൾ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഘട്ടങ്ങളായിരുന്നില്ല. പക്ഷെ അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യ അടക്കമുള്ള ഇടങ്ങളിൽ. അങ്ങനെ എങ്കിൽ ഈ 310 എന്നിപ്പോൾ അമിത്ഷാ പറഞ്ഞത് ഒരുപക്ഷെ അത് 350 അടുത്തോ ഇല്ല 340 അടുത്തേക്കോ എത്തിയേക്കാം. അങ്ങനെയെങ്കിൽ ബാക്കി ഈ 6ാം ഘട്ടത്തിലും 7ാം ഘട്ടത്തിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് BJPക്ക് വളരെ ശക്തമായ ഇടങ്ങളിൽ തന്നെയാണ്. ബീഹാർ, ഹരിയാന, ഒഡീഷയിലായിരിക്കും ഇത്തവണ BJP വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു സംസ്ഥാനം. ഒപ്പം ദില്ലി എക്കാലവും അവരോടൊപ്പം നിന്ന ഒരു സംസ്ഥാനമാണ്. ഉത്തർപ്രദേശ്, ബംഗാൾ, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്. ജമ്മു കാശ്മീരിൽ 2 സീറ്റുകൾ അവർക്ക് പരമ്പരാഗതമായിട്ടുണ്ട്. ലഡാക്കിൽ 1 സീറ്റ് അവർക്കുണ്ട്. ഏതായാലും ഇതെല്ലാം അവർക്ക് സ്ട്രോങ് ഹോൾഡ് ഏരിയകൾ തന്നെയാണ്. UPയിലേക്ക് വരുമ്പോൾ അവർക്ക് വളരെ അപ്രമാദിത്യമുള്ള ഇടങ്ങളിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബീഹാറിലും ബംഗാളിലും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.